നമ്മുടെ നാട്ടിലെ പിള്ളേരോട് കടയിൽ പോയി വീട്ടു സാധനങ്ങൾ വാങ്ങാനോ ഒന്ന് റേഷൻ കടയിൽ പോകാനോ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പല മക്കളുടെയും പ്രതികരണം? അച്ഛന്മാരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത തലതെറിച്ച ചില കുട്ടികളെ കാണാം. ഇനി എവിടെയെങ്കിലും ഫ്രീ ആയി ഷൂവോ വാച്ചോ നല്ല ഫാഷൻ ഐറ്റംസോ കിട്ടുമെന്നറിഞ്ഞാലോ? വീട്ടിൽ കിടന്നുറങ്ങുന്ന കുട്ടികൾ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് റെഡിയായി സ്ഥലത്തെത്തും. അതാണ് ഈ ജെൻസി പിള്ളേർ. കോഴിക്കോട് നഗരത്തിൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് 1 രൂപയ്ക്ക് ഷൂവും വാച്ചുമൊക്കെ കിട്ടുമെന്നറിഞ്ഞ് കടയ്ക്ക് മുന്നിൽ തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തെ കണ്ട് അന്തം വിട്ടവരുണ്ട്. പിന്നെ ഉന്തും തള്ളും പ്രശ്നങ്ങളും ഒടുവിൽ പോലീസിൻ്റെ ലാത്തിയടിയുമായി. ചെറിയ കുട്ടികൾക്കും യുവാക്കൾക്കും ഉൾപ്പെടെ പോലീസിൻ്റെ വക തല്ലുകിട്ടി. ഇങ്ങനെ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടേണ്ടവരാണ് പോലീസുകാർ. അതിനെ കാക്കിയിട്ടവരുടെ കാടത്തമെന്ന് വിളിക്കാൻ കഴിയില്ലെന്നേ. ഇതോടൊപ്പം മഞ്ചേരി MLAയുടെ മകൻ്റെയും സംഘത്തിൻ്റെയും ഗുണ്ടായിസവും ആലപ്പുഴ മാന്നാറിൽ വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഉദ്ഘാടന ദിവസം 1 രൂപ നോട്ട് എത്തിച്ചാൽ 100 പേർക്ക് ഷൂ, പിന്നീടെത്തുന്ന 100 പേർക്ക് 2000 രൂപ വില വരുന്ന വാച്ച്. കോഴിക്കോട് നഗരത്തിൽ പുതിയതായി തുടങ്ങിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് ആളെ കൂട്ടാൻ കടയുടമയുടെ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ഇത്. 10 മണിക്ക് ഉദ്ഘാടന സമയത്ത് ഷൂ നൽകുമെന്ന വാഗ്ദാനം അറിഞ്ഞ് പുലർച്ചെ മുതൽ കടയ്ക്ക് മുന്നിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം. കട തുറന്നതോടെ എല്ലാവരും കടയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറി. അതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു. പിന്നെ ഷൂവിന് പകരം പോലീസിൻ്റെ വക സമ്മാനം. ലാത്തി ചാർജിനിടെ നിലത്ത് വീണ നിരവധി പേർക്ക് പരിക്കേറ്റു. നാട്ടുകാരെ പറ്റിക്കാനിറങ്ങിയ കടയുടമയ്ക്കെതിരെ കേസുമെടുത്തു. കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ ട്രെൻഡ് ഫാക്ടറി എന്ന സ്ഥാപനത്തിന് മുന്നിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പുനരാരംഭിക്കുന്ന കടയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1 രൂപ നോട്ടുമായി എത്തുന്ന ആദ്യ 100 പേർക്ക് ഷൂവും പിന്നാലെ എത്തുന്ന 100 പേർക്ക് 2000 രൂപ വിലയുള്ള വാച്ചും നൽകുമെന്നായിരുന്നു ഉടമയുടെ വാഗ്ദാനം. ഈ ഓഫർ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പുലർച്ചെ 3 മണി മുതൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികളടക്കമുള്ളവർ കടയ്ക്ക് മുന്നിൽ തമ്പടിച്ചു. കട തുറന്നതോടെ പുലർച്ചെ മുതൽ കാത്തിരുന്ന യുവാക്കൾ അകത്തേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചു. 1 രൂപ നോട്ടിനൊപ്പം പ്രത്യേക കൂപ്പൺ കൂടി വേണമെന്ന പുതിയ നിബന്ധന ഉടമ മുന്നോട്ട് വെച്ചതോടെ തർക്കം രൂക്ഷമായി. സ്ഥിതി കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെ കടയുടമ തന്നെ പോലീസിനെ വിളിച്ചു. എന്നാൽ സ്ഥലത്തെത്തിയ പോലീസിനും തിരക്ക് നിയന്ത്രിക്കാനായില്ല. തുടർന്നുണ്ടായ ലാത്തിചാർജിൽ ഓടിമാറുന്നതിനിടെ കുട്ടികൾക്കും യുവാക്കൾക്കും വീണ് പരിക്കേറ്റു. നേരത്തെ വരാൻ പറഞ്ഞിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഷൂ ഒന്നും കിട്ടിയില്ല. ഒരു വന്നപ്പോൾ ഇവിടെ കച്ചറായിരുന്നു ഫുള്ള്. എന്നിട്ട് ഷൂ ചോദിച്ചപ്പോൾ ഒരു പീടിയെല്ലാം കൂട്ടിയത്. അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 രൂപേൻ്റെ നോട്ടും കൊണ്ട് വരുന്ന ഫസ്റ്റ് വരുന്ന 100 ആൾക്ക് 100 ഷൂവും പിന്നെ വരുന്ന 100 ആൾക്ക് വാച്ചും തരുന്ന പറഞ്ഞിട്ട് അത് വിചാരിച്ച് വന്നതിന് ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ആർക്കും കിട്ടിയൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഈ രാവിലെ തന്നെ 6 മണിക്കൊക്കെയാണ് ഈ ചെറിയ മക്കൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ഇവർ കൊടുത്തത് ഈ കടന്റെ ഉടമകളെ സ്നേഹിതന്മാർക്ക് തന്നെയാണെങ്കിലും ഈ ടോക്കനൊക്കെ കൊടുത്തിട്ട് ടോക്കൺ കൊടുത്തല്ലോ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പരസ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ചെറിയ മക്കളൊക്കെ വരുത്തിയിട്ട്. സംഘർഷം കനത്തതോടെ കട ഇന്ന് തുറക്കില്ലെന്ന ബോർഡ് ഉടമയ്ക്ക് സ്ഥാപിക്കേണ്ടി വന്നു. ഇതോടെ പ്രകോപിതരായ യുവാക്കൾ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. മതിയായ മുൻകരുതലുകൾ എടുക്കാതെ ആളെ കൂട്ടിയതിനും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനും ടൗൺ പോലീസ് കടയുടമയ്ക്കെതിരെ കേസെടുത്തു. കൂടാതെ കുട്ടികളെ കബളിപ്പിച്ച ഉടമയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഒരു സന്നദ്ധ സംഘടന മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. കടയുടമകളെ അടക്കം 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷൂസ് വാങ്ങാനായി എത്തിയ കുട്ടികളെ അടക്കം പോലീസ് അനാവശ്യമായി മർദ്ദിച്ചതായും പരാതിയുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ഈ നാട്ടിൽ MLAമാർക്കും ജനപ്രതിനിധികൾക്കും എന്താ കൊമ്പുണ്ടോ? അവരെ വിമർശിക്കാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? ജനപ്രതിനിധികൾ വിമർശനത്തിന് വിധേയരാകേണ്ടവരാണ്. എന്നാൽ മലപ്പുറം മഞ്ചേരി MLA A. ലത്തീഫിനെതിരെ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ടത് അയാളുടെ മകനും അനുയായികൾക്കും അത്ര രസിച്ചില്ല. പിന്നെ കമൻ്റ് ഇട്ട ആളെ തേടി മകനും കുറേ ഗുണ്ടകളും എത്തി. പിന്നീട് ക്രൂരമർദ്ദനം. MLAയുടെ മകൻ അമീറും സംഘവും കാട്ടിയത് ഗുണ്ടായിസമാണ്.
സംഭവത്തിൽ 6 പേർക്കെതിരെ വധശ്രമത്തിന് മഞ്ചേരി പോലീസ് കേസെടുത്തു. ഫേസ്ബുക്കിൽ മഞ്ചേരി MLA UA ലത്തീഫിനെതിരെ മോശം കമന്റ് ഇട്ടെന്നാരോപിച്ച് മഞ്ചേരി മുള്ളമ്പാറ സ്വദേശി കൂളിയോടൻ ലത്തീഫിനെയാണ് മർദ്ദിച്ചത്. ലത്തീഫിന്റെ കടയിലെത്തിയ MLAയുടെ മകൻ അമീറും സംഘവും ഫേസ്ബുക്കിലിട്ട കമന്റ് ചൂണ്ടിക്കാട്ടി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. MLA UA ലത്തീഫിന്റെ മോനും അമീർ എന്ന ഗുണ്ടാ നേതാവും 6 ആളുകൾ ഒരുമിച്ച് വന്നിട്ട് ആക്രമിക്കുക ചെയ്തത്. അവർ കാരണം പറഞ്ഞ് ഓന്റെ വാപ്പാന്റെ പേരിൽ കമന്റ് ഇട്ടു എന്നാ പറയുന്നത്. ഞാൻ കമന്റ് ഇട്ടിട്ടില്ല, MLAന്റെ പേരിൽ കമന്റ് ഇട്ടു എന്നാ പറയുന്നത്. MLAന്റെ പേരിൽ കമന്റ് പോയിട്ടൊരു വാക്ക് പറയാൻ പറ്റൂല, കൊന്നുകളി എന്നാ പറയുന്നത്. പിന്നീട് അവര് അമീർ ആദ്യമേ പൈപ്പിട്ട് തലക്കടിക്കുക ചെയ്ത് അയാൾ തടുത്തു. പിന്നെ ആരിസ് എന്ന ഒരാളുണ്ട്, ഗുണ്ടാ നേതാവ്, കുറെ ക്രിമിനൽ കുറ്റവാളിയാണ്, എത്രയോ കേസുകളുണ്ട് അവനാണ് രണ്ടാമതടിച്ച്. സംഭവത്തിൽ അമീറിനും മറ്റ് 6 പേർക്കുമെതിരെ കൊലപാതക ശ്രമത്തിന് മഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ലത്തീഫിന്റെ തലയിൽ വടികൊണ്ട് അടിച്ചതായാണ് FIRൽ പറയുന്നത്. അതേസമയം സംഭവത്തിൽ പരിക്കേറ്റ ലത്തീഫിനെതിരെയും പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അമീറിന്റെ സുഹൃത്ത് നിസാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ലത്തീഫ് കത്തിവീശി പരിക്കേൽപ്പിച്ചതായും FIRൽ പറയുന്നു. ന്യൂസ് 18 മലപ്പുറം. പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യാൻ പെൺകുട്ടികളും യുവതികളും ഭയപ്പെടുന്നൊരു കാലമാണിത്. ബസ്സിലും ട്രെയിനിലും വെച്ച് പോലും ലൈംഗിക അതിക്രമത്തിന് ഇരകളാകുന്ന അവസ്ഥ. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വീമ്പിളക്കുന്ന നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോഴാണ് കഷ്ടം. മലപ്പുറം പരപ്പനങ്ങാടിയിൽ ട്രെയിൻ യാത്രയ്ക്കിടെ യാത്രക്കാരിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരപ്പനങ്ങാടി സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. യാത്രക്കാർ കുറവുള്ള കമ്പാർട്ട്മെന്റിൽ വെച്ച് യുവതിയെ കയറിപ്പിടിച്ചെന്ന പരാതിയിലാണ് നടപടി. ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ യാത്രക്കാരിയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് പരപ്പനങ്ങാടി സ്വദേശിയായ 45-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരപ്പനങ്ങാടി സദ്ദാം ബീച്ച് KT നഗർ സ്വദേശി അങ്കമാന്റെ പുരയ്ക്കൽ മുസ്തഫയെയാണ് പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷൊർണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുകയായിരുന്ന യുവതിയാണ് ലൈംഗികാതിക്രമത്തിനിരയായത്. യാത്രക്കാർ കുറവുള്ള കമ്പാർട്ട്മെന്റിൽ വെച്ച് യുവതിയെ നിരന്തരം പിന്തുടർന്ന് മോശമായ രീതിയിൽ പെരുമാറുകയും ബലമായി കയറിപ്പിടിക്കുകയും ചെയ്തെന്നാണ് പരാതി. പരപ്പനങ്ങാടി SI ശ്യാമ, ASI സ്വപ്ന, സീനിയർ CPO ജോഷി, അഭിലാഷ്, രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പരപ്പനങ്ങാടിയിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ട്രെയിനിൽ വെച്ച് നടന്ന സംഭവമായതിനാൽ സ്ത്രീയുടെ പരാതിയിൽ കോഴിക്കോട് റെയിൽവേ പോലീസും കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 തിരൂർ. ആലപ്പുഴ മാന്നാറിലെ ജനങ്ങൾ ഇപ്പോൾ വലിയ ഭീതിയിലാണ്. പട്ടാപ്പകലൊരു വീട്ടമ്മയെ പീഡിപ്പിച്ചതിൻ്റെ നടുക്കം വിട്ടൊഴിഞ്ഞിട്ടില്ല. കൊടും ക്രിമിനലായ പ്രതി ഇപ്പോഴും ഇരുട്ടിൻ്റെ മറവിലുണ്ടെന്നത് അതിലും ആശങ്കപ്പെടുത്തുന്ന കാര്യം. കുളിക്കടവിൽ വെച്ച് 56-കാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി സബീർ ഒളിവിലാണ്. പ്രതിക്കായി പോലീസ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും യാതൊരു സൂചനയുമില്ല. പമ്പയാറിൻ്റെ തീരം മുഴുവൻ അരിച്ചു പെറുക്കിയെങ്കിലും അയാളെ കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീടിനടുത്തുള്ള കുളിക്കടവിൽ വെച്ച് സബീർ 56-കാരിയെ പീഡിപ്പിച്ചത്. വീട്ടമ്മ ബഹളം വെച്ചപ്പോൾ ക്രൂരമായി മർദ്ദിക്കുകയും
തലവഴി തുണിയിട്ട ശേഷം വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. കൃത്യത്തിന് ശേഷം പ്രതി സബീർ പമ്പയാറ്റിലൂടെ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. 2 ദിവസമായി ഒളിവിൽ തുടരുന്ന പ്രതിക്ക് വേണ്ടി പോലീസ് വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ട്. കൊടും ക്രിമിനലിനെ കണ്ടെത്താൻ കരയിലും വെള്ളത്തിലും പോലീസ് മണിക്കൂറുകളോളം അരിച്ചുപെറുക്കിയിരുന്നു. എന്നാൽ പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയില്ല. ഇതോടെയാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന. കൊലപാതകം, പീഡനം ഉൾപ്പെടെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സബീർ. പലതവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരു കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഏതാനും ദിവസമേ ആയിട്ടുള്ളൂ. ആക്രമണത്തിൽ പരിക്കേറ്റ വീട്ടമ്മ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും വീട്ടുജോലിക്കും ഹോട്ടൽ സെക്യൂരിറ്റി മേഖലകളിൽ തൊഴിലെടുക്കാനുമായി ഒട്ടേറെ നേപ്പാൾ സ്വദേശികൾ എത്താറുണ്ട്. പൊതുവെ മാന്യതയോടെ പെരുമാറുന്ന നേപ്പാളികൾ വിശ്വസ്തരായ മനുഷ്യരെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ കോയമ്പത്തൂരിൽ ആയുർവേദ ഫാർമസിയുടെ സ്ഥാപകൻ രാമവാര്യരുടെ മകൾ കസ്തൂരി കൊല്ലപ്പെട്ട സംഭവം ആശങ്കപ്പെടുത്തുന്നതാണ്. വീട്ടിലെ സഹായിയായിരുന്ന നേപ്പാൾ സ്വദേശിനിയും ഭർത്താവും ചേർന്നാണ് കൊല നടത്തിയത്. കേസിൽ 2 പേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാണ്. ായ കസ്തൂരിജി കുട്ടിയെ വെള്ളിയാഴ്ച രാവിലെയാണ് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീട്ടുജോലിക്കാരിയായ നേപ്പാൾ സ്വദേശി സുർജ റോക്കിയെ കാണാതായിരുന്നു. സുർജയെയും ഭർത്താവിനെയും പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. എന്നാൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. സുർജയുടെ ഭർത്താവും മറ്റുമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത്. ഇയാൾ ബംഗളൂരുവിലായിരുന്നെന്നാണ് വിവരം. രാത്രി 12:15 ഫ്ളാറ്റിൽ വന്നവർക്ക് സുർജ വാതിൽ തുറന്നുകൊടുക്കുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. പിന്നീട് സുർജയും മറ്റു 3 പേരും ബാഗുമായി അപ്പാർട്ട്മെന്റിന്റെ മതിൽ ചാടി പുറത്തുപോയതായും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നവർ സുർജയ്ക്ക് പരിചയമുള്ളവർ തന്നെ ആകാമെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഭർത്താവിനെയും സംശയിക്കുന്നത്. മുൻപാണ് സുർജ ഈ വീട്ടിൽ സഹായിയായി എത്തിയത്. ഇവരെ എത്തിച്ച ചെന്നൈയിലെ ഏജന്റിനെ പോലീസ് ചോദ്യം ചെയ്തു. കവർച്ചയ്ക്കിടെ നടന്ന കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ കസ്തൂരിജി കുട്ടിയുടെ മരണകാരണം അറിയാൻ കഴിയൂ. അക്രമികൾ കസ്തൂരിജി കുട്ടിയുടെ കൈകാലുകൾ ബന്ധിച്ച് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച ശേഷം കവർച്ച നടത്തി തിരികെ പോവുകയായിരുന്നെന്നാണ് സൂചന. ശ്വാസം മുട്ടിയാണോ മരണമെന്നും വ്യക്തമല്ല. ഇവർ ധരിച്ചിരുന്ന 2 പവൻ സ്വർണമാലയ്ക്ക് പുറമെ വീട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മതിലിന് സമീപത്ത് നിന്ന് കിട്ടിയ സുർജയുടെ മൊബൈൽ ഫോണും അന്വേഷണത്തിൽ നിർണായകമാണ്. ആര്യവൈദ്യ ഫാർമസിയുടെ സ്ഥാപകൻ പരേതനായ PV രാമവാര്യരുടെ മകളാണ് കസ്തൂരിജി കുട്ടി. ഒപ്പം താമസിച്ചിരുന്ന മകൻ ഡോക്ടർ രാംകുമാർ കുട്ടി വിദേശത്ത് പോയിരുന്നപ്പോഴായിരുന്നു സംഭവം. ന്യൂസ് 18 കോയമ്പത്തൂർ. ലഹരിയിൽ അക്രമം അഴിച്ചുവിടുന്ന കൊല്ലും കൊലയും നടത്തുന്ന കുട്ടികളെക്കുറിച്ച് കേൾക്കുമ്പോൾ പല മാതാപിതാക്കളുടെയും ഉള്ളിൽ പേടി തോന്നാറുണ്ടല്ലേ. സ്കൂളിലും പൊതുസ്ഥലത്തുമെല്ലാം കുട്ടിക്കുറ്റവാളികളുടെ നേർവാഴ്ച കാണാം. എന്നാൽ കേരളത്തെക്കാൾ ഭയാനകമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ സ്ഥിതി. ബെല്ലാരിയിൽ 9ാം ക്ലാസ്സുകാരൻ സഖവാഡിയെ അടിച്ചുകൊന്ന സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. സ്കൂൾ ഹോസ്റ്റലിൽ വെച്ചാണ് 15കാരൻ ലഹരി ഉപയോഗിച്ച ശേഷം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഇരുമ്പുവടി കൊണ്ടുള്ള ആക്രമണത്തിൽ 6 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബെല്ലാരിയിലെ ഗുരുകുല
റെസിഡൻഷ്യൽ സ്കൂൾ ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. 9ാം ക്ലാസ് വിദ്യാർത്ഥി ഇരുമ്പുവടി കൊണ്ട് നടത്തിയ ആക്രമണത്തിൽ ഒരു സഹപാഠി കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ 6 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥികളെ ആക്രമിച്ചതിനു ശേഷം പ്രതി ഹോസ്റ്റൽ വാർഡനെയും ആക്രമിച്ചെന്നാണ് വിവരം. ഇതിനുശേഷം ഹോസ്റ്റലിൽ നിന്ന് കടന്നു കളഞ്ഞ വിദ്യാർത്ഥിയെ കണ്ടെത്താനായിട്ടില്ല. രാത്രി അത്താഴം കഴിച്ച ശേഷം വിദ്യാർത്ഥികളെല്ലാം ഉറങ്ങാൻ തുടങ്ങുന്നതിനിടയിലാണ് 9ാം ക്ലാസ്സുകാരൻ അക്രമാസക്തനായത്. ഡോർമിറ്ററിയിലുണ്ടായിരുന്ന 8ഓളം വിദ്യാർത്ഥികളെയാണ് ഇയാൾ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികളിലൊരാൾ പിന്നീട് മരിക്കുകയായിരുന്നു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. അതേസമയം എന്താണ് ആക്രമണത്തിന് കാരണമെന്ന് വ്യക്തമല്ല. ലഹരി ഉപയോഗിച്ചാണ് 9ാം ക്ലാസ്സുകാരൻ ആക്രമണം നടത്തിയതെന്ന് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ബംഗളൂരു. കേരളത്തിലെ പൊതുനിരത്തുകൾ സ്വകാര്യ ബസ്സുകളുടെ കുത്തകയാണോ? അവരുടെ മരണപ്പാച്ചിലും ഗുണ്ടായിസവും കാരണം മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പോലും പേടി തോന്നും. കാസർഗോഡ് KSRTC ബസ് ഡ്രൈവർക്ക് നേരെ സ്വകാര്യ ബസ് ഉടമ കാട്ടിയത് ശുദ്ധ തെമ്മാടിത്തരമാണ്. കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ ഡ്രൈവർ പീറ്ററിനെ ബസ് ഉടമ അഭിനാഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമായി മർദ്ദിച്ചു. ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ പീറ്ററെ അവിടെ വെച്ചും ആക്രമിച്ചതായി പരാതിയുണ്ട്. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ബസ് ഉടമ ഒളിവിലാണ്. കാഞ്ഞങ്ങാട് നിന്നും മലയോര മേഖലയായ പരപ്പയിലേക്കുള്ള KSRTC ബസ് ഡ്രൈവർ പീറ്ററിന് നേരെയാണ് ക്രൂരമർദ്ദനം. സ്വകാര്യ ബസ് ഉടമ അഭിനാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് KSRTC ഡ്രൈവറെ മർദ്ദിച്ചതെന്നാണ് പരാതി. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു സംഭവം. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. തലയ്ക്കും നെഞ്ചിനും പരിക്കേറ്റ പീറ്ററെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടാനെത്തിയപ്പോൾ ഡോക്ടറുടെ മുന്നിൽ വെച്ചും മർദ്ദിച്ചതായി പരാതിയുണ്ട്. സംഭവത്തിൽ പീറ്ററുടെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. അവിടുന്ന് ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ വന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 7:40 7:35 ഞങ്ങളൊരു ബസ്സുണ്ട്, ഞങ്ങൾ പോകാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ കുറച്ച് ബാക്കാക്കി തരാം, നിങ്ങൾ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ബസ് ഓടാൻ തുടങ്ങിയിട്ടില്ല, ഓടാൻ തുടങ്ങുമ്പോൾ അല്ലേ അന്നേരം തുടങ്ങാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇയാൾ കുറച്ച് റഫായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറകോട്ട് പോയി ബസ്സിൻ്റെ. അന്നേരം ഇയാളെൻ്റെ കൊടുത്ത് പുറകിലേക്ക് വന്നു. എന്നിട്ട് അവിടുന്ന് കണ്ടക്ടർ ഉണ്ടായിരുന്നു, അവിടുന്ന് പ്രകോപനപരമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞാനൊന്നും പ്രതികരിക്കുന്നില്ലാതെ ആദ്യം മുന്നോട്ട് വരാൻ തുടങ്ങുമ്പോൾ ഇയാളുടെ കയ്യെ കയറി പിടിച്ചു. എന്നിട്ട് അയാളുടെ കയ്യിലെന്തോ ഒരു പഞ്ച് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെ ഒക്കെ ഇടിച്ചു. ശനിയാഴ്ച വൈകിട്ട് 7:30യോടെയാണ് സംഭവം. സംഭവത്തെ തുടർന്ന് നീലേശ്വരം ബിരിക്കുളം വഴി പരപ്പയിലേക്കുള്ള അവസാന ബസ് സർവീസ് മുടങ്ങിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് KSRTC ജീവനക്കാർ പറഞ്ഞു. നിലവിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട ഇൻസ്പെക്ടർമാരെ നിയോഗിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ രാവിലെ പോയി പരാതി നൽകിയിട്ടുണ്ട്. അത് ഇതുവരെയായിട്ട് അറസ്റ്റായിട്ട് വിവരം കിട്ടിയിട്ടില്ല. എന്തായാലും അതുമായി മറ്റ് 1-2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. 24 മണിക്കൂറിനകം വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടിയാലോചിച്ചു, തൊഴിലാളി സംഘടനകൾ ഒന്നടങ്കം കൂടിയാലോചിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരപരിപാടികൾ പോവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അവശനിലയിലായ പീറ്റർ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ജില്ലാ ആശുപത്രിയിൽ കയറി അതിക്രമം നടത്തിയതിന് ഡോക്ടറുടെ പരാതിയിലും ഹോസ്ദുർഗ് പോലീസ് ബസ് ഉടമയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുകാരെ പറ്റിച്ച കാശ് കൊണ്ട് സിനിമാ നിർമ്മാണം, സ്വന്തമായി യൂട്യൂബ് ചാനൽ, ആഡംബര കാറുകളിൽ യാത്ര. നിർമ്മാതാവ് ജോബി ജോർജിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് 2012 ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ്. UK വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ 14 വർഷത്തിന് ശേഷം ജോബി ജോർജിന് കോടതി 4 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു.
2 കേസുകളിലായി 66 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും കൊച്ചിയിലെ പ്രത്യേക PMLA കോടതി ഉത്തരവിട്ടു. കേസിൽ ജോബിയുടെ ഭാര്യ സുനിമോളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിട്ടുണ്ട്. മൂവാറ്റുപുഴ സ്വദേശി രാജേഷ് മാത്യു, മുളന്തുരുത്തി സ്വദേശികളായ ദമ്പതിമാർ എന്നിവരുടെ പരാതിയിലെടുത്ത കേസുകളിലാണ് ജോബി ജോർജിനെ കൊച്ചിയിലെ PMLA കോടതി ശിക്ഷിച്ചത്. UK-യിലേക്കുള്ള വിസ ശരിയാക്കി നൽകാമെന്ന് വാഗ്ദാനം നൽകി 2011 2 തവണയായി 50 ലക്ഷം രൂപയാണ് രാജേഷ് മാത്യുവിൽ നിന്നും ജോബി കൈപ്പറ്റിയത്. വാഗ്ദാനം പാലിക്കാത്തതോടെ 2012 പണം തിരികെ നൽകുന്നതിന്റെ ഭാഗമായി 25 ലക്ഷം രൂപയുടെ ചെക്ക് നൽകിയെങ്കിലും മടങ്ങി. തുടർന്നാണ് രാജേഷ് മാത്യു പരാതി നൽകിയത്. തുടക്കം മുതൽ തന്നെ പരാതിക്കാരനെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ജോബി പ്രവർത്തിച്ചതെന്ന നിരീക്ഷണത്തോടെയാണ് 2 വർഷം തടവ് കോടതി ശിക്ഷിച്ചത്. 50 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. കേസിൽ ജോബിയുടെ ഭാര്യ സുനിമോളെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. UK-യിൽ ബിസിനസ് പങ്കാളിത്തവും സ്റ്റുഡന്റ് വിസയും വാഗ്ദാനം ചെയ്താണ് മുളന്തുരുത്തി സ്വദേശികളായ ബിജു വർഗീസ്, ഭാര്യ ഡാർലി ബിജു എന്നിവരിൽ നിന്നും ജോബി ലക്ഷങ്ങൾ തട്ടിയത്. ലണ്ടനിലെ ന്യൂകാസിൽ ഒരു ഓഫ് ലൈസൻസ് ഷോപ്പിൽ പങ്കാളിത്തം നൽകാമെന്നും ഡാർലിക്ക് ലണ്ടനിലെ BLA കോളേജിൽ ബിസിനസ് ഇൻഫർമേഷൻ ഡിപ്ലോമയ്ക്ക് അഡ്മിഷൻ ശരിയാക്കി നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം. എന്നാൽ UK-യിൽ എത്തിയതോടെയാണ് തട്ടിപ്പ് ദമ്പതികൾ മനസ്സിലാക്കിയത്. ഇതോടെ പണം തിരികെ ചോദിച്ചപ്പോൾ ജോബി തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാർ മൊഴി നൽകി. ഈ കേസിലും ജോബിയെ 2 വർഷം തടവിന് ശിക്ഷിച്ച കോടതി 12.52 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ഉത്തരവിട്ടു. ന്യൂസ് 18 കൊച്ചി. കള്ളും കഞ്ചാവും അടിച്ച് അഴിഞ്ഞാടുന്ന ഇതര സംസ്ഥാനക്കാർ മലയാളികളുടെ സ്വൈരജീവിതം തകർക്കുകയാണ്. പരസ്യമായി തമ്മിലടിയും പ്രശ്നങ്ങളും മാത്രമല്ല, ഇവിടെ അക്രമവും അഴിച്ചുവിടുന്നുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പള്ളിയിൽ തീയിട്ടത് ഒഡീഷ സ്വദേശിയാണ്. കേസിൽ പ്രതി ജയ്ദ് നായിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളി കെട്ടിടം കത്തിച്ചത് മദ്യലഹരിയിലെന്നാണ് പ്രതിയുടെ മൊഴി. കെട്ടിടത്തിൽ നിന്ന് പുകയുരുന്നതിനിടെ ഒരാൾ മുകളിലൂടെ ഓടുന്നതും തുടർന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടുന്നതുമായ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ചാലപ്പുറം പുഷ്പ ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ ശനിയാഴ്ച പുലർച്ചെ 4:45 തീപിടുത്തമുണ്ടായത്. മതബോധന ക്ലാസുകൾ നടന്നിരുന്ന പഴയ കെട്ടിടമാണ് കത്തി നശിച്ചത്. കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്നതിനിടെ ഒരാൾ മുകളിലൂടെ ഓടുന്നതും തുടർന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടുന്നതും സമീപത്തെ വീട്ടിലെ CCTV-യിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഒഡീഷ സ്വദേശി ജയ്ദ് നായിക്കിനെയാണ് ചെമ്മങ്ങാട് പോലീസ് പിടികൂടിയത്. ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ സംശയം തോന്നിയ പ്രതിയെ മഫ്തിയിലെത്തിയ പോലീസ് പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. പള്ളിക്കെട്ടിടം കത്തിച്ചത് മദ്യലഹരിയിലാണെന്നാണ് പ്രതി ജയ്ദ് നായിക്കിന്റെ മൊഴി. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ നമുക്ക് വെളിവായിരിക്കുന്നത് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിൽ നമുക്ക് വെളിവായിരിക്കുന്നത് ഈ ഒരു മദ്യത്തിൻ്റെ ലഹരിയിൽ ആ ചെയ്തതിൻ്റെ ഒരു ത്രില്ല് കിട്ടാനായിട്ട് ചെയ്തതായിരിക്കാം. എന്നാലും അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാണുന്ന രൂപവും സമൂഹ സാദൃശ്യവും എസ്പെഷ്യലി ഉപയോഗിച്ചിരുന്ന ക്യാപ്പ്, അപ്പാരൽസ്, ചെരുപ്പ്, പാൻറ്, ഇതെല്ലാം വളരെ കൃത്യമായി നമുക്ക് മാച്ചായി കാണുന്നുണ്ട്. തീർച്ചയായും ഇത്രയും പെട്ടെന്ന് തന്നെ അധികം സമയം എടുക്കാതെ തന്നെ ഈ ഒരു പ്രതിയിലേക്ക് എത്തിച്ചേർന്ന് തീർച്ചയായും ചെമ്മങ്ങാട് പോലീസ് സന്തോഷിൻ്റെയും അതുപോലെ ACP പ്രമോദിൻ്റെയും നേതൃത്വത്തിലുള്ള ടീമിന് വളരെയധികം നല്ല കാര്യം തന്നെയാണ്. തീപിടുത്തത്തിൽ പഴയ കെട്ടിടത്തിന് പുറമെ പള്ളിയിലെ രൂപക്കൂട്, വിളക്കുകൾ, തിരുരൂപങ്ങൾ, പ്രധാന രേഖകൾ, പുസ്തകങ്ങൾ എന്നിവയും അഗ്നിക്കിരയാക്കിയിരുന്നു. സമീപം പാർക്ക് ചെയ്തിരുന്ന പള്ളി വികാരിയുടെ കാറിനും ഭാഗികമായി തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തുടക്കത്തിൽ തന്നെ അട്ടിമറി സംശയം ഉയർന്ന സംഭവത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ
പ്രതിയെ പിടികൂടാനായത് പോലീസിന് ആശ്വാസമായി. ന്യൂസ് 18 കോഴിക്കോട്. നമ്മളെല്ലാവരും നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നവരാണല്ലേ? അങ്ങനെ ഒരു നല്ല കൂട്ടുകാരനോ കൂട്ടുകാരിയോ നിങ്ങൾക്കുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് എന്തും തുറന്നു പറയാൻ കഴിയുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളെക്കുറിച്ചാട്ടോ. നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും ചേർത്ത് പിടിക്കാനും പരിഗണിക്കാനും മനസ്സുള്ളവരെക്കുറിച്ച്. വിജയങ്ങളിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നവരും നേട്ടങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരും കൂട്ടിനുണ്ടെങ്കിൽ അതിൽ കവിഞ്ഞ ഭാഗ്യം വേറെയില്ലെന്നേ. അതുപോലെ തന്നെ എന്തും വിശ്വസിച്ച് പറയാൻ കഴിയുന്നവരും. നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് സുന്ദരമായ വാക്കുകളും മനോഹരമായ മുഖങ്ങളും മാത്രമല്ല, തകർക്കാൻ പറ്റാത്ത വിശ്വാസമാണ് സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.